ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ GST രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാം എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ? ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു? പാർട്ടി എ ഫിൽ ചെയ്തു, TRN നമ്പർ നമുക്ക് കിട്ടി അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പാർട്ടി ബിയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു. ദെൻ പാർട്ടി ബിയിലെ 2 ടേബിൾസ് ഫില്ലാക്കിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. ബാക്കി ഡാറ്റാസ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് GST സൈറ്റ് എടുക്കുന്നു. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും GST സൈറ്റ് കാണുന്നില്ലേ? സൈറ്റ് കാണുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഓക്കെ, സൈറ്റ് വിസിബിൾ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു? പാർട്ടിയെ ഫില്ല് ചെയ്തു. നമുക്ക് TRN നമ്പർ നമുക്ക് എന്തായി? ജനറേറ്റ് ആയില്ലേ? നമുക്ക് നോക്കി നോക്കാം. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാണ്. നമ്മുടെ ഇവിടെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നലെ കിട്ടിയ TRN നമ്പർ സെർച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞു TRN നമ്പർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? പാർട്ടി ബിയിലോട്ട് എൻ്റർ ചെയ്യാം. അപ്പൊ എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഇന്നലെ ലഭിച്ച TRN നമ്പർ ഇല്ലേ, അത് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ മൊബൈൽ OTPയിലോട്ട് ഇന്നലെ TRN നമ്പർ വന്നായിരുന്നു. ആ സെയിം TRN നമ്പറാണ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. 15 ദിവസത്തെ വാലിഡിറ്റി ഇല്ലേ, ആ TRN നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കും. ഓക്കെ, TRN നമ്പർ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അടിച്ചു കൊടുക്കാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾക്ക് ഇന്നലെ ലഭിച്ച TRN നമ്പർ. നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്യാപ്ച ഫില്ല് ചെയ്യാം. ഓക്കെ, ക്യാപ്ച ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ OTP വന്നിട്ടുണ്ടാവും. മൊബൈൽ നമ്പറിലോട്ടും ഇമെയിലോട്ടും ഒരു OTP വന്നിട്ടുണ്ട്. എനിക്കിപ്പോ ഇവിടെ OTP വന്നു. ഞാൻ എന്ത് ചെയ്യാണ്? OTP അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, OTP അടിച്ചു കൊടുത്തു. ദെൻ ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഇവിടെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അല്ലേ? 10 ടേബിളുള്ള വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ 2 ടേബിൾ ഫില്ലാക്കി. ഇവിടെ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ വൈറ്റ് കളർ അല്ലേ, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൂ കളറായി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ടേബിൾ ഓപ്പൺ ആയി. നമ്മളിവിടെ ഇന്നലെ എന്ത് ചെയ്തതാണ്? അവിടെ ഡാറ്റാസ് ഒക്കെ ഫില്ല് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചാണ്. ജസ്റ്റ് ഒന്നുകൂടെ കൊടുക്കുക. ഡാറ്റാസ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, കണ്ടോ? നമ്മുടെ 2 ടേബിൾ ഇന്നലെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് എന്താണ്? മൂന്നാമത്തെ ടേബിളാണ് ഇനി നോക്കേണ്ടത് അല്ലേ? ഓക്കെ, മൂന്നാമത്തെ ടേബിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി. നമ്മൾ ഇന്നലെ പഠിച്ചു. രണ്ടാമത്തെ ടേബിളിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്തു? ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ടേബിളിന്റെ അവസാനം നമ്മളിവിടെ ഓൾസോ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ള ടിക്ക് ചെയ്ത് കൊടുത്തായിരുന്നു അല്ലേ? എന്താണ്? നമ്മുടെ പ്രൊമോട്ടർ, നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർക്ക് തന്നെയാണ് സൈനിങ് പവർ എന്നുള്ള രീതിയിൽ ഓൾസോ ഓതറൈസ്ഡ് സിഗ്നേറ്ററി, അയാൾ തന്നെയാണ് ഇവിടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു അല്ലേ? അങ്ങനെ നമ്മൾ സേവ് അടിച്ച് മൂന്നാമത്തെ ടേബിളിലോട്ട് പോയി.
ഇനി മൂന്നാമത്തെ ടേബിൾ എന്താണ്? മൂന്നാമത്തെ ടേബിൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയാം, ഇവിടെ കണ്ടോ ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി. ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ ഫസ്റ്റ് നെയിം മുഹമ്മദ് റംഷാദ് പി. ഇവിടൊക്കെ എന്തായി ഓട്ടോ ഫിൽഡ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോ പ്രൊപ്പറേറ്റർ എന്ന ഞാൻ തന്നെയാണ് ഇവിടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ഓട്ടോ ഫിൽഡ് ആയി വന്നത്. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കണ്ടോ പ്രൈമറി ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ള അവിടെ കണ്ടോ, ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിയിലോട്ട് പോയി നോക്കാം. കണ്ടോ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോ ഫിൽഡ് ആയി വന്നിട്ടുണ്ട്. അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം. കണ്ടോ ഇവിടെ പിൻകോഡും കാര്യങ്ങളും സിറ്റി ടൗൺ എല്ലാം നമുക്ക് അവിടെ ഓട്ടോ ഫിൽഡ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനുള്ള കാര്യമില്ല. ഇവിടെ കണ്ടോ പ്രൂഫ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി. ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പ്രൂഫ് സെലക്ട് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇവിടെ കണ്ടോ അടിയിൽ എഴുതിയത് കണ്ടോ, പ്രൂഫ് ഓഫ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഈസ് നോട്ട് റിക്വയർഡ്. എന്താ പറഞ്ഞ, ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പ്രൂഫ് ഇവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഫോർ പ്രൊപ്പറേറ്റർ ഹു ഈസ് ഓൾസോ ആൻ ഓതറൈസ്ഡ് സിഗ്നേറ്ററി. പ്രൊപ്പറേറ്റർ എന്ന ഞാൻ റംഷാദ് എന്ന പ്രൊപ്പറേറ്റർ തന്നെയാണ് ഇവിടെ എന്ത് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ ആവശ്യമില്ല, ഇനി ഇവിടെ പ്രത്യേകിച്ചൊരു പ്രൂഫിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മറ്റാരെങ്കിലും ആണ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും, എന്ത് ഡോക്യുമെന്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് മറ്റൊരാളെ ഞാൻ ഇവിടെ കൊടുത്തു എന്നുള്ളത് തെളിയിക്കുന്ന ഒരു മുദ്ര പേപ്പർ, അങ്ങനെ ഒരു മുദ്ര പേപ്പർ തയ്യാറാക്കിയിട്ട് അതാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അല്ലാതെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പ്രൂഫ് അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ 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 സ്പീഡ് കുറച്ച് പറയും. ഇത് ഓതറൈസ്ഡ് സിഗ്നേറ്ററിന്റെ കേസാണല്ലേ പറഞ്ഞത്? ഓതറൈസ്ഡ് സിഗ്നേറ്ററി പ്രൊപ്പറേറ്റർ തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇവിടെ പ്രൂഫ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? നമ്മളിപ്പോ പാർട്ട്ണർഷിപ്പോ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററിനെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ എന്താണ് ചെയ്തത്, ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായി, പാർട്ട് ബിയിലെ മൂന്നാമത്തെ ടേബിൾ നമ്മൾ ഫില്ലായി അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളിവിടെ ഇപ്പോ മൂന്നാമത്തെ ടേബിള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഓതറൈസ്ഡ് സിഗ്നറ്ററി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ അതില്, ഇനി പറയേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്യട്ടെ? സ്പീഡ് കൂടുതലായവർക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നാലാമത്തെ ടേബിൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയില്ലേ? നാലാമത്തെ ടേബിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കണ്ടോ, ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കണ്ടോ, ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ പ്രൊപ്പറേറ്റർ ആയ ഞാൻ തന്നെയാണ് ഇവിടെ ഓതറൈസ്ഡ് സിഗ്നേറ്റർ എന്നുള്ളത് നമ്മളിപ്പോ ടിക്ക് ചെയ്ത് പോകും അല്ലെ? ഇപ്പോ എനിക്ക് എപ്പോഴും ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ GST ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പകരമായിട്ട് മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെ അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഡു യു ഹാവ് എനി ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ കണ്ടോ, ഗ്രീൻ ഡോട്ട് കണ്ടോ, GST പ്രാക്ടീഷണർ. നമ്മൾക്ക് പകരമായിട്ട് നമ്മൾ നാട്ടിൽ ആരെയാണ് വെക്കണത്? ഒരു GST പ്രാക്ടീഷണറാണ്. ഒരു ടാക്സ് ഓഫീസൊക്കെ നടത്തുന്ന ഒരു GST പ്രാക്ടീഷണറാണ്. അങ്ങനെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ GST പ്രാക്ടീഷണർക്ക് ഐഡിയും കാര്യങ്ങളും ഉണ്ടാവും. എന്താണ്? എൻറോൾമെന്റ് ID ഉണ്ടാവും. ആ GST പ്രാക്ടീഷണർ ലൈസൻസ് എടുത്ത് രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തി ആയിരിക്കാം. ആൾക്ക് എന്തുണ്ടാവും? എൻറോൾ ID ഉണ്ടാവും. അത് ഇവിടെ അടിച്ചു കൊടുക്കുക, അതിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിവിടെ സെർച്ച് ചെയ്തിട്ട് സെർച്ച് എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓട്ടോ ഫിൽഡ് ആയിട്ട് വരും. ക്ലിയർ അല്ലേ? അങ്ങനെ കൊടുത്തു പോയാൽ മതി. ഇനി നമ്മൾ GST പ്രാക്ടീഷണറെ ഒന്നും അല്ല വെക്കുന്നത്, മറ്റൊരാളാണ് വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ അതർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രീൻ ഡോട്ട് വന്നില്ലേ? എന്നിട്ട് അടിയിലോട്ട് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആളുടെ ഫസ്റ്റ് നെയിം കൊടുക്കാൻ വരും. അവിടെ എന്ത് ചെയ്യുക? ആളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണോ? പിന്നെ ഇവിടെ ഡെസിഗ്നേഷൻ, ആളുടെ സ്റ്റാറ്റസ് എന്താ വയ്ക്കുന്നുണ്ട്? ഈ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിനെ നമ്മൾ വെച്ചു. ആളുടെ സ്റ്റാറ്റസ് എന്താണ്? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹോൾഡിംഗ്, CA കാരനാണോ, CMA കാരനാണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആളുടെ സ്റ്റാറ്റസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആളുടെ മൊബൈൽ നമ്പർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇമെയിൽ അഡ്രസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പാൻ നമ്പർ കൊടുക്കാം. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? സ്പീഡ് ഓക്കെ ആണോ? ഇപ്പോ കുറക്കേണ്ടതുണ്ടോ എന്ന് ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റും. എല്ലാവർക്കും ഓക്കെ ആണോ? ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് പറഞ്ഞത് ഓക്കെ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ഈ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അത്ര കമ്പൾസറി ആയിട്ട് വരുന്ന കാര്യമൊന്നല്ലോ. നമുക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അത് എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം. അങ്ങനെ ഓക്കെ. അങ്ങനെ ഒരാളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടിക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? നമ്മളിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് പോയി നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ടേബിൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ ടേബിളാണ് ഇപ്പൊ നമ്മൾ ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്ലൂ ടിക്ക് എന്താ വരാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ ഡാറ്റാസ് ഒന്നും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലേ? അവിടെ നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ടേബിൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ടേബിൾ എന്താണ്? പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ശ്രദ്ധിക്കുക, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇനി നമ്മൾ എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്? നമ്മുടെ ബിസിനസിന്റെ ഡാറ്റാസ് ആണ്, ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ?
നമുക്കിവിടെ നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മുടെ മെയിൻ ബിസിനസ് എവിടെയാണ് വരുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടിയിലോട്ട് ഡൗൺ ചെയ്ത് പോയി നോക്കാം. ഈ ഒരു മാപ്പിന്റെ അടിയിൽ കണ്ടോ, ഇവിടെ ഡാറ്റാസ് ഉണ്ടല്ലേ, നമുക്ക് ഡാറ്റാസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ പേഴ്സണൽ ഡാറ്റാസ് ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അവിടെ അങ്ങനെ ഓട്ടോ ഫിൽഡായി വരാൻ എന്താണ് ചെയ്തത്? ഈ ഒരു മാപ്പ് കണ്ടില്ലേ, മാപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട് അല്ലേ, അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് എവിടെയാണോ ലൊക്കേഷൻ വരുന്നത് അവിടുത്തെ പിൻകോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ വീട് എവിടെയാണോ വരുന്നത് അവിടുത്തെ പിൻകോഡല്ലേ കൊടുത്തത്. നമ്മുടെ വീട് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ വീടാണ് കൊടുത്തത് അല്ലേ. ഇവിടെ എന്താ കൊടുക്കേണ്ടത്, നമ്മുടെ കച്ചവടം നടക്കുന്ന സ്ഥാപനം അത് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പിൻകോഡ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഞാൻ അവിടെ പിൻകോഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിൻകോഡ് കൊടുത്തപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, കൺഫേം കൊടുക്കാം. ഓക്കെ, കൺഫേം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ എല്ലാം ഓട്ടോ ഫിൽഡായി വന്നില്ലേ. ഇപ്പോ പിൻകോഡ് വന്നു, സ്റ്റേറ്റ് വന്നു, മലപ്പുറം ജില്ല വന്നു. കണ്ടോ, ടൗണ്, വില്ലേജ് എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടില്ല, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട, അതായത് റെഡ് ഡോട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ബിൽഡിംഗ് നമ്പർ ഇവിടെ ഓട്ടോ ഫിൽഡായി വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കച്ചവട സ്ഥാപനം നിൽക്കുന്ന ബിൽഡിങ്, ആ ബിൽഡിങ്ങിന്റെ നമ്പർ എത്രയാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞത് ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടിയിലോട്ട് ഡൗൺ ചെയ്ത് പോവാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലോർ നമ്പർ, നിയർ ബൈ ലാൻഡ്മാർക്ക്, ഇതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ റെഡ് ഡോട്ട് ഉള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ അഡ്രസ്സൊക്കെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആദ്യം മുതലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഡൗൺ ചെയ്ത് പോയി നോക്കാം. സ്പീഡ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. കമ്മീഷണർ റേറ്റ്, അതുപോലെ തന്നെ ഇവിടെ സെക്ടർ, സർക്കിൾ, വാർഡ്, ഡിവിഷൻ, റേഞ്ച്, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സംഭവത്തിനും ഓരോ ഹെഡ് ഓഫീസ് പോലെ ഉണ്ടാവും അല്ലേ. അതുപോലെ നമ്മുടെ GSTയുടെ കമ്മീഷണർ റേറ്റ് എവിടെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ഒറ്റ ഓപ്ഷൻ തന്നെ ഇവിടെ വരത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തു അല്ലെ. ഇപ്പൊ നമ്മൾ പിൻകോഡ് കൊടുത്തപ്പോ നമ്മുടെ ലൊക്കാലിറ്റിയില്, നമ്മുടെ ബിൽഡിങ്ങിന്റെ അടുത്ത് വരുന്ന നമ്മുടെ കമ്മീഷണർ റേറ്റ് എവിടെയാണോ അതായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, സെലക്ട് ചെയ്തപ്പോ ഇവിടെ എന്ത് വന്നു, കോഴിക്കോട് വന്നു. ഇപ്പൊ കൊച്ചിയിലുള്ള ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മീഷണർ റേറ്റ് എവിടെ ആയിരിക്കും വരിക, എറണാകുളം ആയിരിക്കും വരിക. നമുക്ക് മെയിൻ ആയിട്ട് 3 കമ്മീഷണർ റേറ്റ് ആണ് വരുന്നത് GSTക്ക്. ട്രിവാൻഡ്രം ഉണ്ട്, അതുപോലെ തന്നെ എറണാകുളം, കോഴിക്കോടൊക്കെയാണ് വരുന്നത്. അതിന്റെ അടുത്ത് ലൊക്കാലിറ്റിയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഓട്ടോമാറ്റിക് വരും നമ്മുടെ പിൻകോഡ് കൊടുക്കുന്നതിനനുസരിച്ച്. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. കോഴിക്കോട് കൊടുത്തു. അതുപോലെ ഡിവിഷൻ, മലപ്പുറം ഡിവിഷൻ കൊടുത്തു. റേഞ്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ റേഞ്ച് വന്നു. കണ്ടോ, ഇനി മുകളിൽ എന്തുണ്ട്, സെക്ടർ ഒരു സർക്കിൾ, വാർഡ് എവിടെ ചോദിക്കുന്നുണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ടാക്സ് പെയർ സർവീസ് സർക്കിൾ പെരിന്തൽമണ്ണ വന്നു, സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? നമ്മളിവിടെ 4 കാര്യങ്ങള് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്ക് സ്ക്രോൾ ചെയ്ത് പോവാം. ഇമെയിൽ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം, ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം, ഫോട്ടോ വേണം, ടാക്സ് റെസിപ്റ്റ് വേണം, റെന്റ് അഗ്രിമെന്റ് വേണം എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി ഇവിടെയാണ്. ഇവിടെ കണ്ടോ, നേച്ചർ ഓഫ് പൊസിഷൻ ഓഫ് പ്രിമൈസസ്, ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, പൊസിഷൻ ഓഫ് പ്രിമൈസസ്, നമ്മുടെ ബിസിനസ് സ്ഥാപനം
നമ്മുടെ ബിസിനസ് സ്ഥാപനം നമ്മുടേത് എന്താണ്, നമ്മുടെ സ്വന്തമാണോ അതോ നമ്മൾ വാടകയ്ക്ക് എടുത്തതാണോ എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ റെന്റ് അഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളൊരു വാടകയ്ക്ക് എടുത്ത ഒരു റൂമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ റെന്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റൈറ്റ് സൈഡിൽ ഉണ്ടോ ചൂസ് ഫയൽ, ഇവിടെ എന്ത് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്താ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല്, റെന്റ്, പ്രൊപ്രൈറ്ററി ടാക്സ്. നമ്മളിവിടെ റെന്റിന്റെ ബിൽഡിംഗ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, റെന്റ് അഗ്രിമെന്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളവിടെ റെന്റ് അഗ്രിമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? എന്നിട്ട് ചൂസ് ഫയൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്ത റെന്റ് അഗ്രിമെന്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റെന്റ് അഗ്രിമെന്റ് എടുക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട് അടിയിലായിട്ട്, ഫയൽ എന്താവണം, JPEG ഫോർമാറ്റ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ PDF ആവണം. അതിന്റെ അടിയിൽ കണ്ടോ, അവിടെ ഇവിടെ കാണുന്നില്ലേ, PDF ആവണം അല്ലെങ്കിൽ JPEG ആവണം. അതുപോലെ തന്നെ 1.9 MBക്ക് താഴെ ആവണം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ റെന്റ് അഗ്രിമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ റെന്റ് അഗ്രിമെന്റ് ഇപ്പൊ അപ്ലോഡ് ചെയ്തു അല്ലെ? അതിനുശേഷമാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ നമ്മൾ നേരത്തെ ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഇവിടെ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തായി, ഇവിടെ അടുത്തൊരു ഓപ്ഷൻ കൂടെ വന്നു. അതെന്താണ്, പ്രൂഫ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ നമ്മുടേത് തന്നെയാണ് എന്ന് അറിയിക്കുന്ന ഒരു പ്രൂഫാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ വേണം, അതുപോലെ തന്നെ റെന്റ് അഗ്രിമെന്റ് വേണം, ടാക്സ് റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു അല്ലെ? നമ്മുടെ ബിൽഡിങ്ങിന്റെ നികുതി അടച്ചതിന്റെ റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ബിസിനസ് നമ്മുടേത് തന്നെയാണെന്ന് ഏറ്റവും നല്ല ക്ലാരിഫൈയോട് കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടാക്സ് റെസിപ്റ്റ് ആണ്. GST ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമൊക്കെ ടാക്സ് റെസിപ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടാക്സ് റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും മോസ്റ്റ് ആയിട്ട് നല്ലത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് ടാക്സ് റെസിപ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. ക്ലിയർ അല്ലേ? അതിന്റെ കണ്ടീഷൻ എന്താ പറയുന്നത്, PDF ആവണം അല്ലെങ്കിൽ JPEG ആവണം. മാക്സിമം സൈസ് എന്താവണം, 500 KB താഴെ ആവണം. ഓക്കെ അല്ലേ? ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മളിവിടെ എന്ത് ചെയ്തു, 2 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തു അല്ലെ? എന്തൊക്കെ, റെന്റ് അഗ്രിമെന്റ് അപ്ലോഡ് ചെയ്തു, ടാക്സ് റെസിപ്റ്റ്, ഗവൺമെന്റിലോട്ട് അടച്ച ടാക്സ് റെസിപ്റ്റ് അപ്ലോഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടിയിലോട്ട് വിൻഡോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണും നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ബി ക്യാരിഡ് ഔട്ട് അബൌവ് മെൻഷൻഡ് പ്രിമൈസസ്. എന്ന് വെച്ചാൽ മറ്റൊന്നല്ല, നമ്മൾ എന്ത് ബിസിനസ് ആണ് നമ്മളുടെ ഇതിൽ ബിൽഡിങ്ങിൽ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ബിസിനസ് എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളത് റീറ്റെയിൽ ബിസിനസ് ആണോ എങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താണ്, ഹോൾസെയിൽ ബിസിനസ് ആണോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബിസിനസ് ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? അതുപോലെ സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഡാറ്റാസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഹാവ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മുമ്പായിട്ട് മറ്റു ബിസിനസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പൊ നമുക്ക് മറ്റൊരു ബിസിനസ്, നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഇപ്പൊ ഓൾറെഡി നിലവിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് വേറെ എന്തെങ്കിലും ബ്രാഞ്ച് തന്നെ നമ്മുടെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് ഇവിടെ ബ്രാഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഓൺ ചെയ്യുന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ചെയ്ത് പോവാം. നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സേവ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, യെസ് കൊടുക്കാം. ഓക്കെ, എന്തായിട്ടുണ്ട്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ള ടേബിള് ഫിൽ ആയിട്ടുണ്ട്. അടുത്തത് ഓപ്പൺ ആയത് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്, ആറാമത്തെ ടേബിളായ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ അഞ്ചാമത്തെ ടേബിളിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മള് കണ്ടില്ലേ, ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത് പോകണം. അങ്ങനെ ഓൺ ചെയ്ത് പോയാൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ടേബിളിന് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. ഇവിടെ കണ്ടോ ഇമ്പോർട്ടന്റ്, ഇഫ് യു നീഡ് ടു ആഡ് ഡീറ്റെയിൽസ് ഓൺ അഡീഷണൽ പ്ലേസസ് ഓഫ് ബിസിനസ്. എന്ത് ചെയ്യാം, നമുക്ക് ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ തന്നെ പോയിട്ട് അവിടെ ഓൺ ചെയ്ത് വരിക, ഇവിടെ ഡാറ്റാസ് അതിന്റെ ഫില്ല് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. നമുക്കത് ഇല്ലാത്ത സ്ഥിതിക്ക്, വേറെ ബ്രാഞ്ച് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ടേബിൾ എന്ത് ചെയ്യാം, ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രം മതി, ഇവിടെ ഡാറ്റാസ് ഒന്നും ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്തായിട്ടുണ്ട്, ഫിൽ ആയിട്ടുണ്ട്. ഇവിടെ ബ്ലൂ ടിക്ക് വന്നില്ല, കാരണം എന്തായിരുന്നു, നമ്മളവിടെ ഡാറ്റാസ് ഒന്നും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല, ഫില്ല് ചെയ്തണ്ടായിട്ടുള്ള ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ ബ്ലൂ ടിക്ക് വരില്ല. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ടേബിൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഏഴാമത്തെ ടേബിൾ എന്താണ്? ഏഴാമത്തെ ടേബിള് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പൊ നമ്മളുടെ ഷോപ്പിൽ നമ്മൾ എന്ത് തരം ഗുഡ്സ് ആണോ സെയിൽ ചെയ്യണത് അതിന്റെ ഇവിടെ കണ്ടോ HSN കോഡ് നമ്മൾ കൊടുക്കണം. എന്താണ് HSN കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലാച്ചർ. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലാച്ചർ. ഈ HSN എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ഗുഡ്സിനും ഓരോ HSN കോഡ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓരോ ഗുഡ്സിനും ഓരോ HSN കോഡ് ഉണ്ടാവും. നമ്മുടെ ഷോപ്പിൽ നമ്മൾ എന്ത് ഗുഡ്സ് ആണോ വിൽക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനൊക്കെ ഓരോ HSN കോഡ് ഉണ്ടാവും. അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു മൊബൈൽ ഷോപ്പിന്റെ രജിസ്ട്രേഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തായിരിക്കും സെയിൽ ചെയ്യുന്നുണ്ടാവുക? മൊബൈൽ ഫോൺ ആയിരിക്കും അല്ലേ? അപ്പൊ മൊബൈൽ ഫോണിന്റെ HSN കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്സിന്റെ പേര് ജസ്റ്റ് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഞാനിവിടെ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോ എന്താ, മൊബൈൽ ഫോണിന്റെ HSN കോഡാണ് ഇത്. ക്ലിയർ അല്ലേ? അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആഡായി വന്നിട്ടുണ്ട്. കാണുന്നില്ലേ ഇവിടെ? സീരിയൽ നമ്പർ 1 HSN കോഡ് വന്നിട്ടുണ്ട്. എന്താണ്? മൊബൈൽ ഫോൺ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റെന്തെങ്കിലും ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിൽ വേറെ എന്തെങ്കിലും ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിന്റെ പേരോടെ ടൈപ്പ് ചെയ്യുക, HSN കോഡ് സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാമോ? ക്ലിയർ ആണോ? ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ല, ക്ലിയർ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ, നമ്മുടെ ഏഴാമത്തെ ടേബിൾ എന്തായി, ടിക്കായി, ബ്ലൂ ടിക്ക് വന്നില്ലേ? ഇനി നമുക്ക് എട്ടാമത്തെ ടേബിൾ നോക്കാം. എട്ടാമത്തെ ടേബിൾ എന്താണ്? സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ. അപ്പൊ നമ്മുടെ കാര്യമായിട്ടുള്ള 6 ടേബിൾ നമ്മൾ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് അതർ ഇൻഫർമേഷൻ, എന്തെങ്കിലും മറ്റുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇപ്പൊ ഇവിടെ കണ്ടോ 98% നമുക്ക് ഇവിടെ പ്രൊഫൈൽ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതർ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇതൊന്നും മാൻഡേറ്ററി അല്ല. റെഡ് ഡോട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഒന്നും മാൻഡേറ്ററി അല്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഇതെന്താന്നുള്ളത്. പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി കോഡ്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
ഇപ്പൊ നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കുന്നത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഫഷണൽ ടാക്സ് നമ്മൾ എംപ്ലോയർ എന്ത് ചെയ്യണം? അവരുടെ കയ്യിൽ നിന്ന് പിടിക്കണം. അങ്ങനെയൊക്കെ പിടിക്കണ സമയത്ത് അവർക്ക് ഓരോ കോഡ് ഉണ്ടാവും. പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയീസ് അല്ലേ, അവർക്ക് ഓരോ കോഡ് ഉണ്ടാവും. അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് പോയാൽ മതി. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഈ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയീസിന് ഇപ്പൊ നമ്മള് കമ്പനിയില് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ട്. ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. ഒരു ടാക്സ് നമ്മൾ എംപ്ലോയർ കളക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ കളക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഇവിടെ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക? അവരുടെ എംപ്ലോയീസിന് ഓരോ കോഡ് ഉണ്ടാവും, അത് കൊടുക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എക്സൈസ് ലൈസൻസ് നമ്പർ. ഈ എക്സൈസ് ഒക്കെ എവിടെയാണ് നമുക്ക് കാര്യമായിട്ട് വരുന്നത്? ബാർ ഉണ്ടാവില്ലേ? ബാറിലൊക്കെയാണ് നമുക്ക് എക്സൈസും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ഒരു ബാറിനെ സംബന്ധിച്ച് അവര് രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ലൈസൻസ് നമ്പറൊക്കെ ഉണ്ടാവും. അതിവിടെ ഫില്ല് ചെയ്ത് പോവാം. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ എക്സൈസ് ലൈസൻസ് ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അയാളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതത്ര നിർബന്ധമായിട്ട് വരുന്നതല്ല. നമുക്ക് കമ്പനീസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിച്ചു പോകും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ഇപ്പോ ഡാറ്റാസ് ഒന്നും ഫില്ല് ചെയ്യാനായിട്ട് വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഈ ടേബിൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. എല്ലാവർക്കും ക്ലിയർ ആണോ? അതൊരു ഇൻഫർമേഷൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്തു പോവാം. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായി? എട്ടാമത്തെ ടേബിൾ കംപ്ലീറ്റ് ആയി. ഒമ്പതാമത്തെ ടേബിൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണ് ഒമ്പതാമത്തെ ടേബിള്? ആധാർ ഓതന്റിക്കേഷൻ. എന്താണ് ആധാർ ഓതന്റിക്കേഷൻ? ഇവിടെ നമുക്ക് കാണാം. ഇവിടെ എന്താണ് കാണിച്ചിട്ടുള്ളത്? ഡു യു വാണ്ട് ടു ഓപ്റ്റ് ആധാർ ഓതന്റിക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ് ഓർ പ്രൊമോട്ടർ ഓർ പാർട്ണർ? നമ്മളൊരു കാര്യം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പ്രൊപ്പറേറ്റർ എന്ന റംഷാദ്, പ്രൊപ്പറേറ്റർ എന്ന ഞാൻ, എന്റെ ആധാറ് നമ്മളിപ്പോ മുന്നേ കൊടുത്ത മൊബൈൽ നമ്പർ ഒക്കെ ഇല്ലേ, നമ്മൾ മുന്നേ കൊടുത്ത മൊബൈൽ നമ്പർ എന്റെ ആധാറുമായിട്ട് ലിങ്ക് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ക്ലിയർ അല്ലേ? പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ഞാന് എന്റെ ഇതിലാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എന്റെ ആധാറ് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിലോട്ടാണ് നമ്മൾ OTP കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആധാർ ഓതന്റിക്കേഷൻ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ടുള്ള എന്റെ പേരിൽ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്ത സമയത്ത് തന്നെ ഇവിടെ ഓൾറെഡി എന്താണ്? യെസ് ആണ് അല്ലേ? അപ്പൊ നമ്മളിത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിർബന്ധമല്ല, പക്ഷെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആധാർ ഓതന്റിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ അപ്രൂവ് ആവും. ഇത് ചെയ്തില്ല, ഇവിടെ നോ കൊടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് GST ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് വന്ന് നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തും. നമ്മുടെ സൈറ്റിലോട്ട് നേരിട്ട് വരും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? ഫിസിക്കൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. നോർമലി നമുക്ക് ആധാർ ഓതന്റിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ അപ്രൂവ് ആവും. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് GST ഡിപ്പാർട്ട്മെന്റിന് 30 ദിവസം വരെ സമയം കൊടുക്കും. അവർക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ 30 ദിവസം വരെ സമയം കൊടുക്കും. അപ്പോൾ സമയം ലാഗാക്കാതെ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രജിസ്ട്രേഷൻ അപ്രൂവ് ആയി പോകും. അപ്പൊ നമ്മൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എസ് എന്നുള്ളത് അതുപോലെ തന്നെ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇവിടെ നോ കൊടുത്താലാണ് ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ വരിക. നേരിട്ട് വന്ന് അന്വേഷണം നടത്തുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാം. ഇവിടെ കണ്ടോ? പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള എന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി മറ്റാരെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. അപ്പൊ പ്രൊപ്പറേറ്റർ ആയ ഞാൻ തന്നെയാണ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി. അതുകൊണ്ട് എന്തായി? എന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല.
സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തു പോകും. ക്ലിയർ അല്ലേ? നമുക്കിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷന്റെ അവസാന ടേബിൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഏതാണ്? വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി വെരിഫിക്കേഷനിൽ എന്താ ചെയ്യണ്ടേ? വെരിഫിക്കേഷനിൽ ഇവിടെ കണ്ടോ, ഇവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് പോവാം. എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഈ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ, കൺഫേം അല്ലേ എന്ന് ജസ്റ്റ് ചോദിക്കാണ്. അവിടെ എന്ത് ചെയ്താൽ മതി? ടിക്ക് ചെയ്താൽ മതി. നെയിം ഓഫ് ഓതറൈസ്ഡ് സിഗ്നറ്ററി ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ പേര് മുഹമ്മദ് റംഷാദ് എന്ന് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുക? നമ്മുടെ ഇവിടെ പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലേസ് മലപ്പുറം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിൽ അത്രേ വരുന്നുള്ളൂ. എന്താ വരുന്നത്? വെരിഫിക്കേഷനിൽ ടിക്ക് ചെയ്യുക, ഓതറൈസ്ഡ് സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്ലേസ് അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഇവിടെ സബ്മിറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ കണ്ടോ, സബ്മിറ്റ് വിത്ത് DSC ഉണ്ട്, സബ്മിറ്റ് വിത്ത് EVC ഉണ്ട്. എന്താ DSC എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ആണ് DSC എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്ലിയർ അല്ലേ? ഇത് പൊതുവെ ഏതിനാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് കമ്പനി LLP കാണുന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത്. നമുക്ക് ഏതാ വരുന്നത്? സബ്മിറ്റ് വിത്ത് EVC. കമ്പനി LLP ഒന്നും അല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് വിത്ത് EVC കൊടുക്കുക. ക്ലിയർ അല്ലേ? EVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡാണ്. നമ്മൾ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്ലിക്ക് ചെയ്യാം, സബ്മിറ്റ് വിത്ത് EVC എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? OTP പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് OTP പോയിട്ടുണ്ട്. ആ OTP ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് വാലിഡേറ്റ് വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത രജിസ്ട്രേഷന് അപ്രൂവ് ആവും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ രജിസ്ട്രേഷന്റെ പ്രോസസ്സ് വരുന്നത്. നമ്മൾ 10 ടേബിള് എൻ്റർ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ സബ്മിറ്റ് വിത്ത് EVC കൊടുത്തു. നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് OTP പോയി. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്താൽ ഗവൺമെന്റിലോട്ട് നമ്മുടെ ഈ ഡാറ്റാസ് ഫുള്ള് പോകും, GST ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും. ക്ലിയർ അല്ലേ? ഇനി അവരെന്ത് ചെയ്യും? അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ മിസ്മാച്ച് ഒന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 7 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അപ്രൂവ് ആവും. മാക്സിമം ആണ് കേട്ടോ, 7 days. അതിന് മുന്നേ തന്നെ മിക്കവാറും രജിസ്ട്രേഷൻ അപ്രൂവ് ആവും. ക്ലിയർ അല്ലേ? നമ്മൾ ടേബിൾസ് ഒക്കെ ചെയ്തു, EVC കൊടുത്തു. ക്ലിയർ? ഇനി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം മണിക്കൂറിനുള്ളിൽ ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു മെസ്സേജ് വരും. ഏകദേശം മണിക്കൂറിനുള്ളിൽ നമുക്കൊരു മെസ്സേജ് വരും. ഇമെയിൽ ഐ ഡിയിലോട്ടാണ് വരിക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നമ്മുടെ പ്രൊപ്പറേറ്ററിന്റെ ആധാർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ക്ലിയർ അല്ലേ? നമുക്കവിടെ എന്ത് ചെയ്യും? ആധാർ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ഈ 9ഉം 10ഉം ടേബിളിലൊന്നും ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളത് എവിടെയാണ് കൊടുക്കുക? മെയിലിലോട്ട് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോകും. ആ OTP ജസ്റ്റ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാല് രജിസ്ട്രേഷന് പ്രോസസ്സ് സബ്മിറ്റ് ആയി. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഇതാണ് പ്രൊസീജിയർ വരുന്നത്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞതായിട്ട്? ക്ലിയർ ആണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? രജിസ്ട്രേഷൻ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാമോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ആർക്കും സംശയമൊന്നുമില്ല. ഓക്കെ, നമ്മൾ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്.